എങ്ങനെയുണ്ട് ആൾക്കാരുടെ റെസ്പോൺസ്? നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പുള്ളിയും പരിപാടികളൊക്കെ ഉണ്ട്, പക്ഷെ അത് നമുക്ക് കാര്യമാക്കാറുണ്ട്. ഹാപ്പി ആയിട്ട് പോകും. നെഗറ്റീവ് ഒക്കെ പോസിറ്റീവ് ആവും അല്ലേ? ഇതാക്കണമല്ലോ. ഇവർക്ക് പുതിയ പ്രൊജക്ടുകൾ ഏതെങ്കിലും വന്നോ? പുതിയ പ്രൊജക്റ്റുകൾ ഭയങ്കര ഡിസ്കഷൻസിലുണ്ട്. സ്റ്റോറി പരിപാടികൾ ഇൻഫർമേഷൻ ഒന്നും ആയിട്ടില്ല. ഞാൻ എന്തായാലും ഒരു ബ്രേക്ക് കണ്ടിട്ട് ബാക്കിയുള്ള പരിപാടികൾ ചെയ്യാനാണ്. അതിൻ്റെ റെസ്റ്റ് എടുത്തിട്ടില്ല. ഞാൻ വീട്ടിൽ വന്നിട്ട് എനിക്ക് മര്യാദയ്ക്ക് ഇരിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇരുന്ന് സെറ്റായിട്ട് വേണം ബാക്കിയുള്ള പരിപാടികളിലേക്ക് ഇറങ്ങാൻ. ഇനി ബിഗ് ബോസിൽ ഫൈനലൊക്കെ ആവാനായിട്ട് പോകണ്ടേ? പോണം. പെനാലിക്ക് വിളിച്ചിട്ട് പോകണം. അല്ല, പെനാലിക്ക് എന്തായാലും പോകാതിരിക്കണം. അത് കോൺട്രാക്ട് നമ്മുടെ ഇതിലുള്ളതാണ്. അതെല്ലാവരും പോകണം. അത് പോകണം. അതിന് മുമ്പ് അങ്ങനെ അവർ വല്ല ഗസ്റ്റായിട്ടോ അങ്ങനെ എന്തെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ നല്ലായിരുന്നു. ഇടയ്ക്ക് നമ്മൾ ഷോ കാണുന്ന സമയത്ത് ഇപ്പോൾ സാബു ചേട്ടനൊക്കെ വന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നൊക്കെ എനിക്ക് തോന്നുന്നു. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഉള്ള ടാസ്കുകളായിരുന്നു പരിപാടി. നല്ല കാര്യമല്ലേ? അടിപൊളി പോസ്റ്റുകളായി കയറി വെച്ചാൽ നല്ല കാര്യം. ഇന്നലെ മിനിഞ്ഞാന്ന് വന്നപ്പോഴൊക്കെ ജാസ്മിന് നല്ല റെസ്പോൺസ് ആണ് ആര്യ ഒക്കെ എല്ലാരും പറഞ്ഞതൊക്കെ. ആണോ? ജാസ്മിൻ ട്രാക്ക് മാറ്റിന്നൊക്കെ കേൾക്കുന്നുണ്ട്. നല്ല കാര്യം. എങ്ങനെ ട്രാക്ക് മാറ്റി അല്ല, അത് നല്ല കാര്യം. അതിനകത്ത് കളിക്കുന്നതൊക്കെ എന്തായാലും നന്നായിട്ട് അടിപൊളിയായിട്ട് കളിക്കട്ടെ. ഇപ്പോൾ ജാസ്മിൻ നല്ല പ്ലെയറാണ്. നമ്മൾ ആ ഒരു പ്രശ്നം ഒഴിവായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ള നേരത്ത് നമുക്ക് മൈൻഡ് കോൺസെൻട്രേറ്റ് ചെയ്ത് കളിക്കാം. ഇനിയിപ്പോൾ അവൾക്കെതിരെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റാവുന്ന പോയിന്റുകൾ വളരെ കുറവാണ്. ഓട്ടോമാറ്റിക്കായിട്ട് നന്നായിട്ട് കളിച്ചു. ജാസ്മിൻ ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നത് ഗബ്രീനെ പുറത്താക്കിയതല്ല എന്നുള്ള രീതിയിലാണ് മാറി. ഞാൻ കഴിഞ്ഞ ദിവസം ശ്രീരേജിനെ കണ്ടായിരുന്നു. അപ്പോൾ ശ്രീരേജിനോട് ഞാൻ സംസാരിച്ചു. ശ്രീരേജ് പറഞ്ഞു ശരണ്യയുടെ മറ്റേ എവിക്ഷൻ നടക്കുന്നത് വരെ അവരെല്ലാവരും വിചാരിച്ചിരുന്നത് സീക്രട്ട് റൂമിലാണെന്നാണ്. ലാലട്ട വന്ന് ശരണ്യയുടെ എവിക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ അവർക്ക് കൺഫേം ആയി, മനസ്സിലായി ഇനി വരില്ല എന്നുള്ളത്. ഇപ്പോഴും ഗബ്രിയുടെ ഫോട്ടോ ഒക്കെ കാണുമ്പോ കരയുന്നുണ്ടല്ലോ. നല്ല കാര്യമല്ലേ? ഞാൻ ഇറങ്ങിയിട്ട് എന്റെ ഫോട്ടോ അവിടെ തന്നെ എല്ലാ ദിവസവും നല്ല സ്ക്രീൻ കിട്ടണമെന്നൊക്കെ എനിക്ക് പറഞ്ഞു. ഇറങ്ങി കഴിഞ്ഞിട്ട് ഒരു കണ്ടസ്റ്റന്റിന് അതിന്റെ അകത്ത് സ്ക്രീൻ പേസ് കിട്ടാന്ന് പറയുന്നത് ഒരു ബിഗ് ബോസിൽ ഒരു സീസൺ മൊത്തം ഗബ്രി എന്ന പേര് വന്നതന്നെ വലിയൊരു കാര്യമായിട്ട് തോന്നുന്നു. അതെ അതെ. അല്ല, അതായത് ഞാനൊരു പ്രിവിലേജ് ആയിട്ടാണ് കരുതുന്നത്. അതായത് നമ്മൾ എന്തെങ്കിലും ചെയ്തത് കൊണ്ടാണല്ലോ, അല്ലെങ്കിൽ ഒരു സൈഡ് നെഗറ്റീവ് പോസിറ്റീവ് എന്തോ ആയിക്കോട്ടെ, നമ്മൾ ഒരു ഇൻപുട്ട് കൊടുത്തുകൊണ്ടാണ് സീസൺ സക്സസ്ഫുൾ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഹാപ്പി അപ്പോൾ ഈ നല്ല കണ്ടസ്റ്റൻസിനൊക്കെ പുറത്താക്കിയത് എന്ന് തോന്നുന്നുണ്ടോ? നല്ലത് ചീത്താന്നൊന്നുമില്ല, അതിന്റെ അകത്ത് നിൽക്കുന്നവരാണ് നല്ലത്. അല്ല, നല്ല ഗെയിമർ എന്നുള്ള ഉദ്ദേശിച്ചത് അല്ല. കഴിവുണ്ടായിരുന്നെങ്കിൽ അതിന്റെ അകത്ത് എങ്ങനെയും പിടിച്ച് കിട്ടണമായിരുന്നു. പുറത്താകുന്നത് നമ്മുടെ തന്നെ പ്രശ്നം, അല്ലെങ്കിൽ ഓഡിയൻസ് ഔട്ട് ആക്കുന്നതുകൊണ്ടാണല്ലോ. പിന്നെ അതിന് നല്ല ചീത്തെന്ന് ആലോചിച്ചിട്ട് കാര്യമില്ല. എന്തായാലും പുറത്താകാനുള്ളൊരു പുറത്താവുക തന്നെ ചെയ്യും. ഈ പവർ റൂം എടുത്താളഞ്ഞപ്പോ കുറെ ആൾക്കാരൊക്കെ ഇങ്ങനെ പുറത്തായി ഇനി ഗെയിം ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആവും. കാരണം കുറച്ചുകൂടി അടിപൊളിയായിട്ട് ഇൻഡിവിജ്വൽ ഗെയിമുകൾ വരുന്ന സമയത്ത് വാശി കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ എനിക്ക് അങ്ങനെ ഒന്ന് കളിക്കണമെന്നുണ്ടായിരുന്നു. നമുക്ക് ഇൻഡിവിജ്വലി ഷൈൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് കുഴപ്പമില്ല. അപ്പൊ എല്ലാവിധ ആശംസകളും. താങ്ക് യു.